എന്തായാലും നമ്മുടെ പിങ്കിയുടെ ആഗ്രഹപ്രകാരം നമ്മുടെ ഗൗതം അങ്ങനെ ഐസ്ക്രീം ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. പിങ്കി പറയുന്നുണ്ട് നമ്മുടെ ഗൗതമിനോട് വാനില ഐസ്ക്രീം വേണമെന്ന്. അപ്പൊ അതനുസരിച്ച് നമ്മുടെ ഗൗതം ഇങ്ങനെ കൊണ്ടുവരുന്നതായിട്ടൊക്കെ സ്വപ്നം കാണുന്നുണ്ട്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പൊ എന്താ നമ്മുടെ പിങ്കി ഭയങ്കര സ്വപ്നത്തിലാണ് നമ്മുടെ ഗൗതം ഇങ്ങനെ ഐസ്ക്രീം ഒക്കെ വാരി കൊടുക്കുന്നത് സ്വപ്നം കാണുന്നു. ഗൗതം ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിക്കുന്നത് സ്വപ്നം കാണുന്നു. ആ ഒരു സ്വപ്ന സമയത്താണ് അവിടെ ഒരു വമ്പൻ ട്വിസ്റ്റ് നടക്കുന്നത്. നമ്മൾക്കൊക്കെ ഭയങ്കരമായിട്ട് ചിരിപ്പിക്കുന്ന നിമിഷങ്ങൾ വരുന്ന കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മുടെ നന്ദ ഐസ്ക്രീം ആയിട്ട് വരികയാണ്. അപ്പോൾ അതേ എന്നെ ഗൗതം സാർ വിളിച്ച് പറഞ്ഞിരുന്നു പിങ്കിക്ക് വാനില ഐസ്ക്രീം വേണമെന്ന്. ഇന്ന് വേഗം കഴിച്ചു, അല്ലെങ്കിൽ മെൽറ്റായി പോകും എന്ന് നമ്മുടെ നന്ദ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പിങ്കി വേഗം തന്നെ ഓ വാനില ആയിരുന്നോ, എനിക്കിപ്പോൾ എന്താ പറയുക ചോക്ലേറ്റ് തിന്നാനാ തോന്നുന്നേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ നന്ദ എനിക്ക് തോന്നിയിരുന്നു പിങ്കി ഇങ്ങനെ മാറ്റി പറയുന്നു. എനിക്കറിയാം പല പല ഫ്ലേവർ തിന്നാനായിരിക്കും ഇപ്പം ഇഷ്ടം, കറക്റ്റായിട്ടൊന്നും ചൂസ് ചെയ്യാൻ പറ്റില്ല എന്ന്. അതിന് ഞാനൊരു മുൻകരുതൽ എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറയട്ടോ. അപ്പോൾ നമ്മുടെ പിങ്കിക്ക് ആകെ ഇത് ഇവളെന്തോ തേങ്ങയാണെന്നാവോ എടുത്തിരിക്കുന്നത് എന്നിങ്ങനെ വിചാരിക്കുമ്പോൾ നമ്മുടെ പവിത്ര ഒരു ഐസ്ക്രീമായിട്ട് വരിക, ഒരു കവർ ഫുള്ള്. അപ്പം നമ്മുടെ നന്ദ പറയുന്നുണ്ട് ഈ മാർക്കറ്റിൽ കിട്ടാവുന്ന എല്ലാ ഫ്ലേവറും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് പിങ്കിക്ക് വേണ്ടി. പിങ്കിക്ക് ഇഷ്ടമുള്ളത് കഴിക്കും, ഇഷ്ടമില്ലാത്തത് ഈ പവിത്രയ്ക്കും കൊടുത്തോ എന്ന് പറഞ്ഞ നമ്മുടെ നന്ദ അവിടെ നിന്നും പിങ്കിക്ക് ഐസ്ക്രീം കൊടുത്തിട്ട് ആ ഒരു കവർ അങ്ങനെ തന്നെ കൊടുത്തിട്ട് പോകുന്നുണ്ട്. കിടിലൻ രംഗമാട്ടോ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ നമ്മുടെ പിങ്കിയുടെ ഫസ്റ്റത്തെ പ്ലാൻ തന്നെ ചീറ്റി പാളീസായി പോയിരിക്കുകയാണ് അല്ലേ. നമ്മൾക്ക് പ്രേക്ഷകർക്ക് ഇപ്പോൾ ഇത്തിരിയൊക്കെ ആശ്വാസമായില്ലേ, നമ്മുടെ ഗൗതം അങ്ങനെ അങ്ങോട്ട് നട്ടൽ വളഞ്ഞവനല്ല എന്ന് നമുക്ക് ഈ ഒരു രംഗത്തോടു കൂടി മനസ്സിലാവും കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു കിടിലൻ എപ്പിസോഡ് തന്നെ ആട്ടോ വരാൻ പോകുന്നു. അപ്പോൾ എന്തായാലും മറക്കാതെ കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.